സംസ്ഥാനത്ത് പെരുമഴ പെയ്ത്താണ്, തോരാതെ നിർത്താതെ പെയ്യുകയാണ് മഴ. ഇന്നലെ നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലായിരുന്നു കാര്യമായിട്ടുള്ള മഴ പെയ്ത്. പക്ഷേ ഇന്ന് ഇപ്പോൾ മധ്യ കേരളത്തിലും കാര്യമായിട്ടുള്ള മഴയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ എത്രത്തോളം മഴ നമുക്ക് കിട്ടി, അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. തൃശൂർ അതിരപ്പിള്ളിയിൽ 283 മില്ലിമീറ്റർ ഏറ്റവും കൂടിയ മഴ ലഭിച്ച പ്രദേശം എന്ന് പറയുന്നത് അതിരപ്പിള്ളിയാണ്. 283 മില്ലിമീറ്ററാണ് അവിടെ മഴ ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിലെ തന്നെ കൂടപ്പുഴയിൽ 232.3 മില്ലിമീറ്ററാണ് മഴ പെയ്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള മഴ പെയ്തപ്പോൾ തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മലപ്പുറത്താണ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത്. വെറ്റിലപ്പാറയിൽ 223 മില്ലിമീറ്ററാണ് അവിടെ മഴ ലഭിച്ചിരിക്കുന്നത്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. വടക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യമായിട്ടുള്ള മഴക്കെടുതി ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് കണ്ണൂർ ജില്ല. അവിടെ പഴയാരത്ത് 205.8 മില്ലിമീറ്ററാണ് മഴ ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ചാലക്കുടി സൗത്തിൽ 206 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടുണ്ട്. തോരാതെ നിർത്താതെ പെയ്ത് കൊണ്ടിരിക്കുകയാണ് മഴ. ഇനിയിപ്പോൾ തൃശ്ശൂരിലെ തന്നെ അന്നനാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ 159.6 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റ് പ്രദേശങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മേലൂർ അവിടെ 143 മില്ലിമീറ്ററാണ് മഴ ലഭിച്ചിരിക്കുന്നത്. എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ മൂഴിക്കുളത്ത് 131.3 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് എറണാകുളത്ത് മഴ കിട്ടിയൊരു പ്രദേശമാണ് ഈ മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കാര്യമായിട്ടുള്ള മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന പ്രകാരമാണെങ്കിൽ 2 ദിവസം കൂടി ഇതുപോലെ തന്നെ മഴ തുടരും. അപ്പോൾ ജാഗ്രത അത് അനിവാര്യമാണ്. ഈ നദികളിലൊക്കെ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.